നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് പണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ രഞ്ജിനി എന്ന പേരിൽ ആകാശവാണിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെയാണെന്ന് കൂട്ടിയാൽ മതി. നിങ്ങൾക്കിടയ്ക്ക് നിർദ്ദേശിക്കാം, അതേക്കുറിച്ച് സംസാരിക്കാം. എന്നോട് ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചു, നമ്മുടെ രാജ്യത്തെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ കഴിയുമാറ് ചൈന അരുണാചൽ പ്രദേശിൻ്റെ അടുത്ത് ഒരു വലിയ ഡാം ഉണ്ടാക്കുന്നുണ്ടോ? അത് ഇന്ത്യയെ തകർത്ത് കളയുമെന്ന് ചില മാധ്യമങ്ങളിലൊക്കെ വരുന്നു. അപ്പോൾ കേരളകൗമുദി പത്രത്തിൻ്റെ ഓൺലൈനിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് വളരെ മോശപ്പെട്ട രീതിയിലാണെന്ന് ആക്ഷേപം വന്നിരുന്നു. കാരണം ഈ ചൈന ഡാം നിർമ്മിക്കുന്നു, ഇന്ത്യ തവിടുപൊടി എന്നോ മറ്റൊക്കെയാണ് ഇന്ന് തലക്കെട്ടിട്ടത്. അപ്പോൾ ഡെസ്കിലിരിക്കുന്ന ആളുകൾ ഇന്ത്യ വിരുദ്ധരാണോ ചൈനക്കാരാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചില ആളുകൾ എന്നെ വിളിച്ചത്. സത്യത്തിൽ ആ പ്രശ്നം ഞാനത് കാര്യമായി നോക്കിയില്ലായിരുന്നു. കുറേ തിരക്കുകൾ കൊണ്ട് പറ്റിയില്ല. പിന്നെയും പ്രേക്ഷകരിങ്ങനെ ആവശ്യപ്പെടുന്നു, അതേക്കുറിച്ചൊന്ന് പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ശരിയാണ്, ഒരു ഡാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ അരുണാചൽ പ്രദേശിന് തൊട്ടടുത്താണ്. അരുണാചൽ പ്രദേശിനെ ചൈന വിളിക്കുന്നത് സൗത്ത് ടിബറ്റ് എന്നാണ്. ടിബറ്റ് അവർ പിടിച്ചെടുത്തു. ടിബറ്റ് അവർ പിടിച്ചെടുത്തപ്പോഴാണ് ദലൈലാമ ഓടി CIAയുടെ പദ്ധതിയുടെ ഭാഗമായി ഓടി ഇങ്ങോട്ട് വന്നത്. നമ്മൾ ഈ കെടുതിയെടുത്ത് നമ്മൾ ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവച്ചതോടുകൂടി ചൈനയും ഇന്ത്യയും തമ്മിലുള്ള നിരന്തര വൈരത്തിന് ആക്കം കൂടി. അതൊരു സത്യമാണ്, അപ്രിയ സത്യമാണ്. ദലൈലാമ ഇവിടെ ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ ചൈനയുമായിട്ടുള്ള ശത്രുത കൂടി എന്നതിനപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ടിബറ്റിൻ്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ്. അതുകൊണ്ട് അവരുടെയാണ് എന്ന് അവർ പറയുന്ന ഒരു പ്രദേശം. ഇടയ്ക്ക് നമ്മുടെ ചില സ്ഥലങ്ങൾക്ക് അവർക്ക് പേരൊക്കെ മാറ്റിയിടുന്നുണ്ട്. അവിടെ അതിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു നദിയാണ് യാർലങ് സാങ്പോ. യാർലങ് സാങ്പോ എന്ന് പറഞ്ഞാൽ ചൈനീസ് പേരാണ്. നമുക്ക് ആ നദിയുടെ പേരറിയാം, ബ്രഹ്മപുത്ര. ഈ ബ്രഹ്മപുത്ര നദിയുടെ ഒരു ഭാഗം അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള ഗ്രേറ്റ് ബെൻഡ് എന്ന പ്രദേശത്തു കൂടിയാണ് ഒഴുകുന്നത്. അവിടെ ചൈന ഒരു ഡാം നിർമ്മിക്കുന്നു. മെഡോക് ഡാം എന്നാണ് പറയുന്നത്. യാർലങ് സാങ്പോ നദിയോട് ചേർന്നുള്ള ഈ ഡാം എന്ന് പറയുന്നത് ചൈനയിലെ ഏറ്റവും വലിയ ഡാം ത്രീ ഗേർജസ് ഡാമാണ്. ത്രീ ഗേർജസ് ഡാമിനേക്കാളും വലിയ ഡാം, അതിൻ്റെ 3 ഇരട്ടി വെള്ളം കൊള്ളുന്ന ഡാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമാണ് ഉണ്ടാക്കുന്നത്. ആ ഡാം അവർ നിർമ്മിക്കുന്നു, നിർമ്മാണം തുടങ്ങി. $137 മില്യൺ ചിലവ് വരുമെന്ന് പറയുന്നു. 2025 കഴിഞ്ഞ വർഷം ആരംഭിച്ചു. 2033 പ്രവർത്തനം തുടങ്ങും എന്നാണ് പറയുന്നത്. ഇതാണ് ഡാമിനെ കുറിച്ചുള്ള ചിത്രം. അരുണാചൽ പ്രദേശത്തിൽ നിന്ന് കഷ്ടിച്ച് 50 കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഈ ഡാം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ സ്ഥിതി. ഈ ഡാം ഉണ്ടാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ ഗ്രേറ്റ് ബെൻഡ് ഏരിയയിലാണ് ഈ ഡാം ഉണ്ടാക്കുന്നത്. ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള പരിസ്ഥിതി ലോലമായ പ്രദേശമാണ്. അതായത് ഭൂമിക്കടിയിൽ പ്ലേറ്റുകളുണ്ട്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞൊരു സയൻസ് തന്നെയാണ്. ഭൂമിക്കടിയിലുള്ള അടരുകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഈ അടരുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നത്. അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണ്. അവിടെ 1950 ഒരു ഭൂകമ്പം ആസാം ടിബറ്റ് ഭാഗത്തുണ്ടായി. 8.6 ആയിരുന്നു അതിൻ്റെ തീവ്രത. അതൊരു സിസ്മിക് സോണാണ്. 2017 ഒരു ഭൂകമ്പം ഉണ്ടായി. 6.9 ആയിരുന്നു തീവ്രത. അപ്പോൾ റിസർവോയർ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഡാം ഉണ്ടാക്കി അതിൽ പൂർണ്ണതോതിൽ ജലം നിറഞ്ഞാൽ ഈ ഭൂകമ്പ സാധ്യത കൂടും. ഭൂകമ്പ സാധ്യത കൂടുതലുള്ള ഈ മേഖലയിൽ ഡാം നിർമ്മിച്ചാൽ അത് ഇന്ത്യക്ക് മുകളിൽ സ്പന്ദിക്കുന്ന ഒരു ജലബോംബായി മാറും എന്നാണ് ആളുകൾ പങ്കുവയ്ക്കുന്ന ആശങ്ക. അത് 100% ശരിയാണ്. രണ്ടാമത്തെ കാര്യം, വേണമെങ്കിൽ ഈ ഡാമിൽ നിന്ന് ജലം തുറന്നുവിട്ട് ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലെ ചില സംസ്ഥാനങ്ങളെ വെള്ളത്തിൽ മുക്കിക്കളയാൻ, പ്രളയമുണ്ടാക്കാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡാം തുറന്ന് പാകിസ്ഥാന് കുറേ വെള്ളം കൊടുത്തായിരുന്നു. അതുപോലെ ചൈനയ്ക്ക് ഇന്ത്യക്കിട്ട് പണി തരാൻ പറ്റും. ഇത് രണ്ടും കണക്കിലെടുത്തിട്ടാണ് യാർലങ് സാങ്പോ എന്ന് പറയുന്ന നദിയുടെ, ബ്രഹ്മപുത്രയുടെ നദിയുടെ ചൈനീസ് ഭാഗത്ത് മെഡോക് എന്ന് പറയുന്ന ഹൈഡൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഡാം ഇന്ത്യക്ക് മുകളിൽ ചൈന ഉണ്ടാക്കിയിരിക്കുന്ന ജലബോംബാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും കൃത്യമാണല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഈ ഡാം തുടങ്ങിയാൽ ബ്രഹ്മപുത്ര നദി വറ്റി വരണ്ടു പോകും. അത് വെറുതെ പറയുന്നതാണ്. കാരണം ബ്രഹ്മപുത്ര നദിയിലെ 80%
ജലസ്രോതസ്സുകൾ ഇന്ത്യയിലാണ്. 10-15% ഉള്ളൂ, അല്ലെങ്കിൽ 20% വരെ ഉള്ളൂ ചൈനീസ് മേഖലയിലൂടെ വരുന്നത്. അതുമാത്രമല്ല, നദിയിൽ അവകാശം കൂടുതൽ നമുക്കാണ്. നദിയിലെ ആദ്യ ജലത്തിൻ്റെ ആദ്യ ഉപഭോക്താവ് ആരാണോ അവർക്കാണ് ആ നദിയിൽ അധികാരം എന്ന തരത്തിൽ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷനുണ്ട്. അതുകൊണ്ട് ബ്രഹ്മപുത്ര നദി നമ്മുടെ നദിയാണ്, നമുക്ക് ജലക്ഷാമം ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടല്ലോ, ഒന്ന് ഭൂകമ്പബാധിത പ്രദേശത്താണ്. ഭൂകമ്പബാധിത പ്രദേശത്ത് എന്തുകൊണ്ട് ചൈന അറിഞ്ഞുകൊണ്ടൊരു ഡാം നിർമ്മിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കിട്ടൊരു പണി തരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു സീസ്മിക് സോണിൽ ഡാം ഉണ്ടാക്കിയാൽ അത് ചൈനയെയും ബാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ ചൈനയെയും ബാധിക്കും. ചൈനയുടെ ടിബറ്റ് മേഖലയിൽ ചൈന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ ഡാം തകർന്നാൽ തകർന്നു പോകും. നമ്മുടെ ആണെങ്കിൽ അരുണാചൽ പ്രദേശിലെ സിയാങ് വാലി തുടച്ചു നീക്കപ്പെടും ഈ ഡാം തകർന്നാൽ. അവിടെ ഉള്ള ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടും. ഇനി ആസാമിലെ ഗുവാഹത്തി വെള്ളത്തിനടിയിലാവും, ബംഗ്ലാദേശിൻ്റെ പല ഭാഗങ്ങൾ വെള്ളത്തിനടിയിലാകും. പലരും പറയുന്നത് ബംഗ്ലാദേശും ചൈനയും ചേർന്ന് ഇന്ത്യക്കിട്ടൊരു പണി തരാൻ വേണ്ടി ഉണ്ടാക്കിയതെന്നാണ്. അങ്ങനെയൊന്നുമല്ല, ബംഗ്ലാദേശിനും പണി കിട്ടും ഈ ഡാമിന് എന്തെങ്കിലും പറ്റിയ. പിന്നെ ചൈനയെ സംബന്ധിച്ച് ചൈന ഇത്ര കഷ്ടപ്പെട്ട് പിടിച്ചെടുത്ത ടിബറ്റിലെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ചൈനയ്ക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ചൈന ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ ഉപദ്രവിക്കാനാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ആണ് എന്ന് പറയാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അകാരണമായ ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ ഈ വാർത്തയ്ക്ക് വലിയ എരിവും പുളിയും പല്ലും നഖവും ഒക്കെ വെച്ച് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വസ്തുത, അതറിയണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിനെതിരെ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇവർ കഴിഞ്ഞ വർഷം തുടങ്ങി, ഒപ്പം നമ്മളും തുടങ്ങി. നമ്മൾ അപ്പർ സിയാങ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തന്നെ നമ്മൾ ആരംഭിച്ചു. അവിടെ ഒരു അപ്പർ സിയാങ്ങിൽ നമ്മളൊരു മെഗാ ഡാം നിർമ്മിക്കുകയാണ്. അതായത് ചൈനയിൽ നിന്ന് ഈ ഡാമിലെ വെള്ളം തുറന്നു വിട്ടോ മറ്റോ വെള്ളം ഒഴുകി വന്നാൽ അതിനെ തടയാൻ ഇതിനെ വെല്ലുന്ന ഒരു ഡാം നമ്മളും നിർമ്മിക്കുന്നുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല. എന്നിട്ടാണ് ചൈന ഇന്ത്യക്കിട്ട് പണി തരാൻ ഒരു ജലബോംബം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുവെന്ന്. നമ്മുടെ സർക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ള സർക്കാരാണ്. അതുകൊണ്ട് ചൈന തുടങ്ങിയപ്പോൾ നമ്മളും തുടങ്ങി. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഡാം ഒരു ഹൈഡൽ പ്രൊജക്റ്റും കൂടിയാണ്. 1100 മെഗാവാട്ട് വൈദ്യുതിയും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പദ്ധതിയുണ്ട്. ഒരു സ്ട്രാറ്റജിക് കൗണ്ടറായിട്ട് നമ്മൾ അപ്പർ സിയാങ്ങിൽ ഡാമിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. കൂടാതെ ദിബാങ്, ലോഹിത് എന്നീ ഈ ബ്രഹ്മപുത്രയുടെ യാർലങ് സാങ്പോയുടെ ഉപനദികളിലും നമ്മൾ 2 ഡാമുകൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇത് തുറന്നു വിട്ടോ ഒക്കെ നമ്മളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ അതിനെ മറികടക്കാനുള്ള കൗണ്ടർ മെക്കാനിസം, സ്ട്രാറ്റജിക് കൗണ്ടർ പദ്ധതികൾ നമ്മളും ആരംഭിച്ചു. ഇത് വാർത്തയാവുന്ന ആദ്യത്തെ ഭാഗം മാത്രമാണ്. കണ്ടില്ലേ, മോദി ഭരിക്കുമ്പോൾ ചൈന നമ്മളെ തകർക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നു. പക്ഷേ അവരത് പ്രഖ്യാപിച്ചപ്പോൾ നമ്മളും എന്ത് ചെയ്തു? നമ്മളും പണി തുടങ്ങി ഇതിനെ മറികടക്കാൻ. അതല്ലേ സത്യത്തിൽ വാർത്തയാവേണ്ടത്. ചൈന ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി പക്ഷേ ഇന്ത്യ അതിനെ ചെറുക്കാൻ അതേക്കാളും വലിയൊരു പ്രൊജക്റ്റുമായി ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ചെയ്യുന്ന കാര്യങ്ങളെ ചെറുതാക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇക്കാര്യങ്ങൾ പറയില്ല. ഏതായാലും ഇതാണ് വസ്തുത, ഇതാണ് ശരിയും അത് തന്നെയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനൊക്കെ കോടിക്കണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് കോടി രൂപയുടെ ചിലവുള്ള പദ്ധതിയാണ്. ഇപ്പോൾ ഹോർമുസിലെ പ്രശ്നം വന്നു. ഇടയ്ക്ക് സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് അമേരിക്കയും ഇറാനും കൂടെ കരാർ ഒപ്പുവെച്ചു. അപ്പോൾ എണ്ണവില കുറഞ്ഞു. ഉടനെ ഇവിടുത്തെ പ്രതിപക്ഷം ചോദിച്ചെന്താ, എണ്ണവില എന്താ കുറയ്ക്കാഞ്ഞേ? ഇന്ത്യ കുറച്ചില്ലല്ലോ, ബാരലിന് $100 താഴെ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ വീണ്ടും എണ്ണവില കയറി. അപ്പം നമ്മളിത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, കുറച്ചാൽ ഉടനെ നമ്മളങ്ങ് കുറയ്ക്കുക എന്ന് പറയുന്നത് കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ബജറ്റ് അലോക്കേഷന് പുറത്ത് ഇത്തരം വമ്പൻ പദ്ധതികൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ആയിരക്കണക്കിന് ഡ്രോണുകളാണ്, 100 കണക്കിന് മിസൈലുകളാണ്. എന്തിന് ഡൽഹിയിലേക്ക് വരെ പാകിസ്ഥാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ വന്നു. എല്ലാം നമ്മൾ അടിച്ചു കളഞ്ഞു. ഒരൊറ്റ എണ്ണം ഒരിടത്ത് പോലും നമ്മുടെ മണ്ണിൽ ഒന്ന് തൊട്ടില്ല. എല്ലാം നമ്മൾ തകർത്തു.
ഇസ്രയേലിൻ്റെ അയൺ ഡോം എന്നൊക്കെ പറയുന്ന വിപുലമായ സന്നാഹം ഉണ്ടായിട്ടും ഇസ്രയേലിൽ മിസൈലുകളുടെ പെരുമഴയാണ്. നമ്മളോ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക കൊണ്ടുവച്ചിരിക്കുന്ന പാട്രിയറ്റ് സംവിധാനം വരെ താട് വരെ ഇറാൻ അടിച്ചു കളഞ്ഞു. വ്യോമ പ്രതിരോധം അമേരിക്കയുടെ ഉണ്ടായിട്ടും ഫലമില്ല ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിൽ. പക്ഷേ ഇന്ത്യയിലോ ഒന്നും സംഭവിച്ചില്ല. എങ്ങനെ സംഭവിച്ചു? നമ്മൾ അത്രമാത്രം സജ്ജരായിരുന്നു, അത്രത്തോളം ആയുധങ്ങൾ, പ്രതിരോധ സന്നാഹങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു. എവിടുന്നാ ഇതൊക്കെ? പെട്രോളിന് 10 പൈസ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ പെട്രോളിന് 2 രൂപ കൂട്ടുമ്പോൾ കിട്ടുന്ന അധിക പണം അടിച്ചു മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാത്ത ഒരു കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് നമ്മുടെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സുരക്ഷിതരായി നമ്മുടെ വീട്ടിൽ ഉറങ്ങാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചൈന മെഡോക്ക് ഡാമിൻ്റെ പദ്ധതി ആരംഭിക്കുമ്പോൾ പിറ്റേ ദിവസം നമ്മളും പദ്ധതി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബജറ്റിന് പുറത്ത് പണം ഉണ്ടാവണം. അതൊക്കെ ചിലപ്പോൾ ഇന്ധന വിലയിൽ 2-3 രൂപ കൂട്ടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ മാത്രമേ ഇത് ആർജിക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും അറിയാം, ചെറുപ്പക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് 2000 കിഡ്സിനൊക്കെയാണ് അറിഞ്ഞുകൂടാത്ത കാര്യം, പല കാര്യം സൈന്യത്തിന് വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി സ്കൂളുകളിൽ സ്റ്റാമ്പൊക്കെ ഉണ്ടായിരുന്നു. 50 പൈസ 1 രൂപ ഒക്കെ കൊടുക്കുന്ന സ്റ്റാമ്പുകൾ. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ എത്ര പേര് കൊടുക്കും? അത് മോദി സർക്കാരിൻ്റെ പദ്ധതിയല്ലേ, കൊടുക്കരുത്, പരാജയപ്പെടുത്തണം എന്ന് പറയും. ആദ്യ പ്രസ്താവന ഇറക്കുന്ന രാഹുൽ ഗാന്ധി ആയിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഇന്ത്യൻ നേവിയോ മറ്റോ, എൻ്റെ കുട്ടിക്കാലം ഇന്ത്യൻ നേവിയോ മറ്റോ ഒരു ലോട്ടറി ഇറക്കിയിട്ടുണ്ട്. 1 കോടി രൂപയോ മറ്റോ സമ്മാനം പറഞ്ഞിട്ടൊരു ലോട്ടറി ഇറക്കിയിട്ടുള്ളതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. കാരണം ഈ മൈക്കിൽ ശ്രീവിദ്യാധരൻ, മഞ്ജുള ബേക്കറി എന്നൊക്കെ പറഞ്ഞ് ഉള്ള മൈക്ക് അനൗൺസ്മെൻറ്റുമായിട്ട് വരുന്ന ലോട്ടറി കാലമുണ്ടല്ലോ. അന്നിങ്ങനെ നേവൽ ലോട്ടറി ടിക്കറ്റോ മറ്റോ ഉണ്ടായിരുന്നു. നേവിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റോ നടത്തിയത്. ഞാൻ എൻ്റെ ചെറിയ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സമാഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്രോളിന് 1 രൂപ കൂടിയാൽ ബൈക്ക് ഓടിക്കുന്ന ആളുകളെ അങ്ങനെയൊന്നും ബാധിക്കുന്നില്ല. അവരത് ഓടിച്ചെങ്കിൽ പോകും, അത് അറിയുന്ന പോലുമില്ല. പക്ഷേ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും പറയാതെ അപ്പുറത്ത് ചൈന ഒരു ഡാം ഉണ്ടാക്കിയാൽ അത് ഇന്ത്യ തകർക്കാനാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത് ആഘോഷിക്കുന്നവരോട് കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. ഏതായാലും ഇതാണ് നിങ്ങൾ ചോദിച്ച ആ വാർത്തയുടെ കൃത്യമായ വിവരം. ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നമുക്കൊരു സെഗ്മെൻറ്റ് തന്നെ ആരംഭിക്കാം. നിങ്ങളിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള, ആഗ്രഹിക്കുന്ന, അറിയേണ്ടുന്ന ചില വാർത്തകളെക്കുറിച്ച് സംസാരിക്കൂ, മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ കമൻ്റായിട്ടിടൂ. നമുക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതിൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇന്ത്യ ലൈവ് വേറിട്ടൊരു ചാനലാണ്. നേഷൻ ഫസ്റ്റ് എന്നാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കിത് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായിട്ട് അതിപ്പോൾ തന്നെ ഒന്ന് ചെയ്യണം.